വെൽക്കം everyone. ഇത് LG 21 ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കംപ്ലയിൻസുകളുണ്ട്. ഫസ്റ്റുള്ള കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഓസിലേഷൻ അല്ല. ഈ സ്വിച്ചിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പവർ ലീഡ് വന്നിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ആവുന്നുണ്ട്. ഇവിടെ വേറെ ഓസിലേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ പവർ അങ്ങ് കട്ട് ചെയ്ത്, അതായത് ഇപ്പോൾ ടി വി ഓൺ ആയിരിക്കുകയാണ്, പവർ ലീഡ് കത്തിക്കിടപ്പുണ്ട്, ഓസിലേഷൻ ഇല്ല. ടി വി ഓഫ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ശബ്ദം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് എനിക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു ലോ ഡ്രോപ്പ് വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്. ഇതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഇങ്ങനെ ടി ഇങ്ങനെ ഓഫ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു ശബ്ദം വരും. ഓക്കെ, ഇത് ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഓക്കെ, അല്ലാതെ ഇതിന് ഒരുപാട് വോൾട്ടേജസും കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എക്സ്പീരിയൻസിൻ്റെ ഇതാണ്. ചില സമയത്ത്, അതായത് ചില ടി വികളിൽ ഇത് കംപ്ലയിൻ്റ് ആയിരുന്നാലും ശബ്ദങ്ങൾ കേൾക്കില്ല. അപ്പോൾ ഇവിടെ ഇത് ഓഫ് ചെയ്യുമ്പോൾ ഒരു ശബ്ദം, ഒരു വല്ലാത്തൊരു ശബ്ദം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഈ ഒരു ലോ ഡ്രോപ്പ് വോൾട്ടേജ് റെഗുലേറ്റർ കംപ്ലയിൻ്റ് ആണ്. ഇവിടെ ഞാൻ 16 വോൾട്ട് 1000 mFൻ്റെ ഒരു കപ്പാസിറ്ററും കൂടെ മാറ്റുന്നുണ്ട്. ചില ടി വികൾ ഇതേപോലെ ഈ ലോ ഡ്രോപ്പ് വോൾട്ടേജ് റെഗുലേറ്റർ കംപ്ലയിൻ്റ് ആകുമ്പോൾ ഈ കപ്പാസിറ്ററും കൂടെ കംപ്ലയിൻ്റ് ആകും. ചില ടി വിയിൽ ഈ കപ്പാസിറ്ററിൻ്റെ ടോപ്പ് പോർഷൻ ഇങ്ങനെ ബൾജ് വരും. ഇതിലങ്ങനെ ചെറുതായിട്ട് ബൾജ് ആയിട്ട് വന്നിട്ടുണ്ട്. ചില ടി വികളിൽ ഈ കപ്പാസിറ്റർ കംപ്ലയിൻ്റ് ആവില്ല, ചില ടി വികളിൽ ഈ കപ്പാസിറ്റർ ബൾജായി വരില്ല. ഓക്കെ, അല്ലാതെ എന്താണ് ഓൺ ചെയ്യുമ്പോൾ വേറെ കംപ്ലയിൻസ് കാണിക്കും. ചിലതിൽ ഈ ഒരു ലോ ഡ്രോപ്പ് വോൾട്ടേജ് റെഗുലേറ്റർ മാത്രമായിരിക്കും കംപ്ലയിൻ്റ് ആവുന്നത്. അങ്ങനെ കംപ്ലയിൻ്റ് ആകുമ്പോഴാണ് ഇങ്ങനെ ടി വി ഇങ്ങനെ ഓഫ് ചെയ്യുമ്പോൾ ഒരു ശബ്ദം വരുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ ആ ഒരു ലോ ഡ്രോപ്പ് വോൾട്ടേജ് റെഗുലേറ്റർ വേറെ ഇട്ടിട്ടുണ്ട്. പുതിയതല്ല, പഴയത് തന്നെയാണ് ഇട്ടത്. വേറെ ഒരു LG യുടെ ബോർഡിൽ നിന്ന് കറക്റ്റ് നമ്പർ നോക്കിയിടണം. കൃത്യമായിട്ടുള്ള നമ്പർ ഇടാവും, ഇല്ലെങ്കിൽ വർക്കാവത്തില്ല. ഇപ്പോൾ ടി വി ഇതാ ഓൺ ചെയ്തിട്ടുണ്ട്, കറക്റ്റ് ഓസിലേഷനും വന്ന് സ്ക്രീനും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വേറൊരു കംപ്ലയിൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഒരു വൈബ്രേഷൻ, അതായത് ഒരു കളർ ചേഞ്ചിങ് വരുന്നുണ്ട്. ഒരു റെഡ് ഇങ്ങനെ പെട്ടെന്ന് ഒന്ന് കയറി വന്നിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഒരു കളർ ചേഞ്ചിങ്, ഒരു വല്ലാത്തൊരു അബ്നോർമാലിറ്റി ഇതായി ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വരുന്നത് ബേസ് ബോർഡ് അല്ലെങ്കിൽ ബോർഡിന് എന്തെങ്കിലും ഫോൾട്ട് വരുമ്പോഴാണ്. ഇവിടെ കണ്ടൊരു ചെറിയ വൈബ്രേഷൻ, അതായത് ഒരു കളർ ചേഞ്ചിങ് സംഭവിക്കുന്നുണ്ട്. ഈ കംപ്ലയിൻസിനെ റെഡിയാക്കിയിട്ടുണ്ടോ? ഇത് ഏകദേശം 2-3 കാരണങ്ങൾ കൊണ്ട് വരും. ചിലത് LOTയിൽ നിന്ന് വരും, ചിലത് മെയിൻ ICയിൽ നിന്ന് വരും, ചിലത് ബേസ് ബോർഡിൽ നിന്ന് വരും. കുറച്ച് പാടാണ്, ഏതായാലും നോക്കാം. ചില കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഒരു പ്രശ്നം അങ്ങ് മാറും. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചാൽ വീണ്ടും കാണാൻ പറ്റും ഒരു കളർ ചേഞ്ചിങ്, ഒരു വൈറ്റ് ഗ്രെയിൻസ് മാറി അവിടെ ഒരു കളർ ചേഞ്ച് ആവുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് അടുത്ത് വന്നിട്ടുള്ള ഇതിലുള്ള കംപ്ലയിൻറ്റ്. അപ്പോൾ ഇതിന് റെഡിയാക്കാം. ഇതിപ്പോൾ ബേസ് ബോർഡാണ് ഞാൻ ഇതിപ്പോൾ റിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയ ഒരു കോമ്പോണൻ്റ് ഇവിടെ മാറ്റാൻ പോവുകയാണ്. അത് മാറ്റുമ്പോഴത്തേക്കും മേ ബി ഈ ഒരു പ്രശ്നം അങ്ങ് ശരിയാവും. ചാൻസ് കുറവാണ്, പക്ഷെ എന്നാലും മാറ്റിയിട്ട് ഓൺ ചെയ്ത് നോക്കാം. അത് ഏത് കോമ്പോണൻ്റാണ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ ബേസ് ബോർഡിലേതായി ഒരു സെറാമിക് ഡിസ്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 681 2kV ആ ഒരു വാല്യൂ ഉള്ള ഇട്ടാൽ മതിയാവും. അപ്പോൾ ഈ ഡിസ്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ടി വി ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടല്ലേ ആ കളർ ചേഞ്ചിങ്, ആ ഒരു വൈബ്രേഷൻ, ആ ഒരു കളർ ഇങ്ങനെ ചേഞ്ച് ആവുന്നത് മാറിയിട്ടുണ്ട്. ആ ഒരു ഡിസ്കിൻ്റെ പ്രോബ്ലമായിരുന്നു. ചിലതൊക്കെ ഈ ഒരു ഡിസ്ക് മാറ്റിയാൽ ശരിയാകും, സെറാമിക് ഡിസ്ക്. പക്ഷേ ചിലതൊന്നും അതിൽ നിൽക്കില്ല, വേറെ പല കംപ്ലയിൻസും ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു ആശ്വാസത്തിൽ കംപ്ലയിൻസ് എല്ലാം മാറിയെന്ന് പറഞ്ഞ് AV കൊടുത്തതും സംഭവം AV വരുന്നില്ല, ഇങ്ങനെ കിടന്ന് വെട്ടുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് AV ഡ്രൈ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു, ഡ്രൈ ഇല്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന മെയിൻ IC കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വരും, മെയിൻ ICക്ക് ഡ്രൈ ഉണ്ടെങ്കിലും വരും. അപ്പോൾ മെയിൻ IC ഒന്നും ഡ്രൈ സോൾഡർ ചെയ്യാൻ പോവുകയാണ്. ആൾറെഡി ഞാൻ ഡ്രൈ സോൾഡർ ചെയ്തതാണ്, പക്ഷേ എന്നാലും ഒന്നുകൂടെ വെറുതെ ഡ്രൈ സോൾഡർ ചെയ്യുന്നു. ഇപ്പോൾ ഡ്രൈ സോൾഡർ ചെയ്തിട്ട് ടി വി
ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തേക്കും ഇതാ കറക്റ്റായിട്ട് വീഡിയോ ആഡിയോ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻസ് എല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഓൺ ചെയ്ത് വെക്കാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.